സോയാബീൻ കൊണ്ട് കുറേ കറികൾ ഉണ്ടാക്കി നോക്കാറുണ്ടല്ലേ. അപ്പം ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ സോയാബീൻ. അപ്പോൾ ഇങ്ങനെ റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം സോയാബീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നല്ല തിളച്ച വെള്ളത്തിലിട്ട് വേണം കേട്ടോ ഒരു 10 മിനിറ്റ് വെച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക. ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂണും കുരുമുളക് പൊടിയും. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങാപ്പാലാണ്. കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പും ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ചട്ടി ചൂടാക്കിയിട്ട് ഒരു 5-6 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കൊരു സവോള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കൊരു ചെറിയ തക്കാളി നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു സ്പൂണോളം മല്ലിപ്പൊടിയും ഒരു സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സോയാബീൻ ഉണ്ടല്ലോ അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അത് കഴിഞ്ഞ് നമുക്കൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകവും പിന്നെ തേങ്ങ കൊത്തിയെടുത്തതാണ് കേട്ടോ അതും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പിലയും പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞ് നമുക്ക് ഇത് നമ്മുടെ ആ സോയാബീനിലേക്ക് ചേർത്ത് കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയത് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരുപാട് വറുത്തെടുക്കൊന്നും വേണ്ട കേട്ടോ തേങ്ങ കൊത്ത്. അത് കഴിഞ്ഞിട്ട് ഒരു അല്പം മല്ലിയിലയും കൂടി വെതറി കൊടുത്താൽ ചോറിനൊപ്പം കഴിക്കാൻ പറ്റില്ല. അടിപൊളി ഐറ്റം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ.